ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ രാവിലെ 6:30 ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ചവിട്ടിയത്. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് അപ്പം ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. ആകെ ഇവിടെ നിന്നിട്ട് തന്നെ നല്ല ചൂടടിക്കുന്നുണ്ടല്ലോ. എടാ മോനെ അനങ്ങുന്നത്. ഭംഗി. Nice. Thank you very much, boys. See you later. അടിപൊളി. ഇത് കാണാൻ ഇത്രയും രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ നേരിട്ട്. ഇത് ശരിക്കും എങ്ങനെയായിരിക്കുമല്ലേ കൺട്രോൾ ചെയ്ത് തിരിച്ച് ഈ സ്ഥലത്ത് തന്നെ എത്തുക. അങ്ങനെ അവരങ്ങ് ദൂരെ എത്തുകയും ചെയ്ത് ഇനി നമുക്ക് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്ത് രസമല്ലേ. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറല്ലേ? എന്തായാലും അത് നേരിട്ട് കാണാൻ പറ്റി. അത് ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. മിനിങ്ങാന്ന് ഇതുപോലെ അത് ജസ്റ്റ് മിനിങ്ങാന്ന് രാവിലെ അതിങ്ങനെ ജസ്റ്റ് പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ മുകളിൽക്കൂടെ. ഇത്ര അടുത്ത് കണ്ടില്ല. അത് എൻ്റെ റൂമിൻ്റെ അവിടെ നിന്നാണ് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും അടിപൊളിയായി. 4 to 5 people are. Yeah, very nice. They are burning for hot air. How long they will be there? Total 3 hours. 3 hours, huh? Yeah. They are taking outsiders? No. No, I don't know. Here to start and here to end. And here. Yeah. Total 3 hours, 8,000 rupees. Per head. Per head, 8,000 rupees. Per head? Yeah. 8,000. 8,000. ഗായ്സ്, ബെല്ലാരി ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ബെല്ലാരി രാജയുടെ സ്ഥലത്തേക്ക് പോവാം. പക്ഷെ നമുക്ക് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. അപ്പോൾ ബൈ ബൈ ബെല്ലാരി. ഇങ്ങടിക്ക് വരാം ഗൈസ്. ഇന്നത്തെ സൺറൈസ് നമുക്ക് ഹൈവേയിൽ നിന്ന് കാണാം ഗൈസ്. എനിക്കുള്ള മുട്ടദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എണ്ണ കിടന്ന് തിളയ്ക്കുന്ന ചൂട് ബജ്ജി നോക്കി. മുട്ടദോശ, ചമ്മന്തി, സാമ്പാർ. എങ്ങനെയുണ്ട്? നമുക്ക് ട്രൈ ചെയ്യാം. എനിക്ക് ആ സാമ്പാറും ചട്നിയും കൂടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് വെറുതെ കഴിക്കാൻ കേട്ടോ. അതാകുമ്പോൾ മുട്ടയുടെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കഴിക്കാം. ഞാൻ എൻ്റെ കൂടെ ഒരു ബജ്ജി കൂടി ആവാം. ഇവിടെ ബജ്ജിയുടെ ഇതുണ്ടോ? ഇത് വേറൊരു ടൈപ്പ്. മൈസൂർ അടിപൊളി. അണ്ണൻ ഹുബ്ലിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. 600 കിലോമീറ്റർ ആ വണ്ടിയിൽ. സൂപ്പർ. ഗൈസ്, സൈക്കിളിൽ 3 പേര്. അവർ ടെൻ്റൊക്കെ മടക്കി സെറ്റാക്കുന്നു. ശരിക്കും അവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ആ പഴയ സൈക്കിൾ റൈഡ് ഓർമ്മ വരുന്നു. ഞാനിതുപോലെ പെട്രോൾ പമ്പിലൊക്കെ ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടന്നതല്ലേ. ഗൈസ്, ഇന്നലെ നമ്മൾ ഹംപിയിൽ അടിപൊളി സൺസെറ്റ് കണ്ടെങ്കിൽ
ഇന്നിതാ ഹൈവേയിൽ ഏകദേശം കോയമ്പത്തൂർ എത്താറാവുന്നു. കോയമ്പത്തൂർ ഹൈവേയിലാണ് നമ്മളിന്ന് സൺസെറ്റ്. അടിപൊളിയല്ലേ? എങ്ങനെ ആയാലും നമ്മളത് മിസ്സാക്കിയില്ല എന്നുള്ളതാണ്. കിട്ടിയ അവസാനം നമുക്കും സൺസെറ്റ്. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഞാൻ വിട്ടുപോകുന്നു, പക്ഷേ ഇങ്ങനെ കൺമുന്നിൽ കണ്ട് വരുന്നതുകൊണ്ട് അത് മറന്നില്ല. പക്ഷെ എന്താ രസമല്ലേ? ഇന്നത്തെ സൺറൈസും സൺസെറ്റും നമുക്ക് ഫുള്ള് ഹൈവേയിലായിരുന്നു അല്ലേ? ഒരു വെറൈറ്റി ആയില്ലേ? നോർമലി നമ്മൾ മലമുകളിലും ഒക്കെ പോയിരുന്ന് കാണുന്ന പോലെ, അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയിരുന്ന് കാണുന്ന പോലെ, ഇന്ന് നമ്മൾ ഫുള്ള് ഹൈവേയിൽ. അടിപൊളി, ഒരു വെറൈറ്റി സൺറൈസും സൺസെറ്റും. എന്ത് ഭംഗിയല്ലേ ആ പൊട്ട് പോലെ നിൽക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ചെറുപ്പാഞ്ഞ് പോകുമ്പോൾ ഹായ്, വേറൊരു ഫീല്. ഹലോ ഗായ്സ്, അങ്ങനെ 10-15 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എന്താ എറണാകുളത്ത് എൻ്റെ റൂമിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല, കുറച്ച് ദിവസമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ കോലം. എല്ലാവരും പല വഴിക്കാം. അങ്ങനെ എൻ്റെ എന്താ പറയുക, നമ്മുടെ ബൈക്ക് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റ ദിവസം കൊണ്ട് ഓടിക്കുന്നത്. 808 കിലോമീറ്ററാണ് ഇന്ന് ഓടിച്ചത്, ഹംപി ടു കൊച്ചി. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ബൈക്ക് റൈഡായിരിക്കും ഇത്രയും ലോങ് ഓടിച്ചിട്ടുള്ള ആ ദിവസം. അയ്യോ ചത്ത്, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എന്താ ഇവിടെ വരെ എത്തുമെന്ന്. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് റൂം എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു ഫ്ലോയിലിങ് പോകുന്ന ഗൈസ്. 808 കിലോമീറ്റർ കറക്റ്റ് ഓടിച്ച്. എന്താ പറയാ, കുണ്ടിയെല്ലാം പോച്ചേ, എൻ്റെ സലീംകുമാറിലെ പടത്തിൽ പറയുന്ന പോലെ അതുപോലെ മരവിച്ചൊരു രക്ഷയില്ല. അപ്പോൾ ശരിക്കും നാളെ ഇനി ഞാൻ രാവിലെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി കറക്റ്റ് 15ാമത്തെ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.